ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം രാഹുൽ എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പച്ചയായ അനീതിയാണ് നടക്കുന്നത്, തന്ത്രിക്ക് നീതി കൊടുക്കണം എന്നൊക്കെ താങ്കൾ ആവശ്യപ്പെടുന്നത് കണ്ടത്? കഴിഞ്ഞ ദിവസം വരെയും താങ്കൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് എല്ലാവരെയും അന്വേഷണത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട വ്യക്തിയല്ലേ? രേണുകാജി 3 പോയിന്റ്. ഒന്ന്, ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്, ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായിട്ടൊരു പരാമർശമില്ല. രണ്ടാമത്തെ കാര്യം, തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല, അത് ദേവസ്വം ബോർഡാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ളത്. 3, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് തന്ത്രി ദേവന്റെ അനുമതി മേടിച്ചില്ല എന്നാണ്. അത് SIT എങ്ങനെ അറിഞ്ഞു? SIT അയ്യപ്പന്റെ മൊഴി എടുത്തോ? പിന്നെ എങ്ങനെ അറിഞ്ഞു അയ്യപ്പൻ ഒന്നെങ്കിൽ അനുമതി കൊടുത്തു അല്ലെങ്കിൽ ഇല്ല എന്ന്? താന്ത്രിക കാര്യങ്ങളിൽ വീഴ്ച SIT എങ്ങനെ അറിഞ്ഞു? അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കാൻ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് തന്ത്രിയെ കൊടുക്കാനുള്ളൊരു കാര്യമല്ലേ ഇവിടെ ചെയ്തതെന്ന് ആരും സംശയിച്ചു പോകില്ലേ? അതായത് ചില ആൾക്കാർക്ക് നേരെ സംശയത്തിന്റെ മുൾമുന വരുമ്പോൾ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ ബലിയാടാക്കാനും തന്ത്രിയെ കൊടുക്കാനുമുള്ള ഒരു ശ്രമം നടന്നു എന്ന് പകൽ പോലെ വ്യക്തമാകുകയല്ലേ? ഓർക്കുക, ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും തന്ത്രിയെ കുറിച്ച് രാഹുൽ നോക്കൂ, ഒന്നിൽ പോലും പരാമർശമില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത് SIT ആണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. SIT ആണ് അന്വേഷണം നടത്തുന്നത്, തെളിവ് ശേഖരിക്കുന്നത്, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് SIT ആണ്, അല്ലാണ്ട് ഹൈക്കോടതി അല്ല. അറസ്റ്റ് ചെയ്യുന്നതോ കേസ് അന്വേഷിക്കുന്നതോ ഹൈക്കോടതി അല്ല. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ബെഞ്ച് ഏതെങ്കിലും രീതിയിൽ ശ്രീ രാജീവർക്കെതിരെ ഒരു സമീപനം എടുത്താൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് വന്നാൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ അദ്ദേഹത്തെ തള്ളിപ്പറയും. അതിന് താങ്കൾ സമയമെടുത്തോളൂ. നോക്കൂ, പക്ഷേ മറ്റ് 10 പേർ ഈ കേസിൽ അറസ്റ്റിലാകുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഈ സ്റ്റാൻഡ് എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. പത്മകുമാറും വാസുവും മറ്റ് ഈ 10 പേർ അറസ്റ്റിലാകുമ്പോൾ അവർക്ക് താങ്കൾ ഈ സംശയത്തിന്റെ മുന കൊടുത്തില്ലല്ലോ, സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തില്ലല്ലോ. ഈ കേസ് തന്നെ രാഷ്ട്രീയ ലാഭ കേസായി മാറി എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ താങ്കൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? മറുപടി പറഞ്ഞോട്ടെ. ഇതേ സ്റ്റാൻഡ് തന്നെയാണ് ശ്രീ ശങ്കർദാസിന്റെ കാര്യത്തിലും എടുത്തത്. 83 വയസ്സുള്ള സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആ പാവം മനുഷ്യനെ വേട്ടയാടരുതെന്ന് പറഞ്ഞതിന് ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ്. 2, കോടതി പരാമർശങ്ങളിൽ ഏതെങ്കിലും ഉള്ള ആൾക്കാർ മാത്രമേ, ഇപ്പൊ ശ്രീ കടകംപള്ളിക്കെതിരെ ഇതുവരെ കോടതി പരാമർശങ്ങളില്ല. ഇവരെ ആരും രാഷ്ട്രീയത്തിന്റെ പേരിൽ വേട്ടയാടരുത്. ഞാൻ CPM-നോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. സാർ, ഒരു നിലപാട് വെച്ചോട്ടെ. 2, SIT-യുടെ സോളിഡ് ഗ്രൗണ്ട്സ് അല്ല, SIT-യുടെ വളരെ ഫ്ലിംസി ആൻഡ് ഫ്രിവലസ് ആയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ്. തന്ത്രിക്കെതിരെ ഗൗരവമുള്ള സ്ട്രോങ് ആയ സോളിഡ് ആയ യാതൊരു കാര്യങ്ങളും അല്ല അതിൽ. രാഹുൽ, എനിക്ക് അതിശയം തോന്നുന്നു. ആ ഗൂഢാലോചനയിൽ തന്ത്രിയെ പോലെ ഒരു വ്യക്തി പങ്കാളിയാണ് എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് അത് വളരെ ഫ്ലിംസി ആയിട്ട് തോന്നി എന്ന് പറഞ്ഞപ്പോ എന്റെ ചോദ്യം ഒന്ന് കേൾക്കാമോ? ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറയുന്നതിന് എന്ത് ഗ്രൗണ്ട് ആണുള്ളത്? അയ്യപ്പന്റെ അനുമതി കിട്ടിയോ ഇല്ലയോ എന്ന് SIT-കാർക്ക് എങ്ങനെ അറിയാം? ആചാരകാര്യങ്ങളിൽ ലംഘിച്ചെങ്കിൽ ഞാൻ രാഹുലിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. തന്ത്രി അറിയാതെ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോ ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ അഴിച്ചുകൊണ്ട് പോയി കട്ടുമുടിക്കാൻ അയ്യൻ അനുമതി നൽകിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പറയട്ടെ, തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളല്ല. ഭരണപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. തന്ത്രി ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ്. തന്ത്രിയെ കുടുക്കി രാഷ്ട്രീയപരമായി അടിക്കാൻ നോക്കുകയാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? രാഹുൽ തന്നെ പറഞ്ഞുവല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അദ്ദേഹത്തിന് ഇല്ല എന്ന്. ഇവിടെ അനുചിതമായ ചിലത് നടക്കുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ബാധ്യത ഉണ്ടല്ലോ, അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? രാഹുൽ, ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? വെളിയിൽ വന്ന സ്വർണ്ണക്കൊള്ള 2019 തന്ത്രി എങ്ങനെ അറിയും? 2025 ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന രാഹുൽ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും എന്നത് എനിക്ക് വ്യക്തമാണ്. രാഹുൽ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. 5-6 പേജിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയതെന്ന്. ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രി അറിയാതെയല്ല. അതിനുശേഷം തന്ത്രി അവിടെ പൂജ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത ദിവസമാണ്. അദ്ദേഹത്തിന് അറിയാം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ഇല്ല എന്നുള്ളത്. പക്ഷേ തിരിച്ചു കൊണ്ടുവരുമ്പോഴും അദ്ദേഹം അവിടെയുണ്ട്. പ്രശ്നം പുറത്തേക്ക് ദ്വാരപാല ശില്പങ്ങൾ പോയത് ക്രൈമാണോ? അല്ല, അതിൽ സ്വർണ്ണം കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ? രാഹുൽ, കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ?
ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലേ ഉള്ളത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവല്ലേ അത്? കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ? അവിടെ എങ്ങനെയാണ് അവിടെ സ്വർണം പൂശൽ നടന്നത്? എങ്ങനെയാണ്? ശബരിമലയിൽ വെച്ച് തന്നെയാണ്. 98-ൽ എങ്ങനെയാണ് സ്വർണം പൂശിയത്? പുറത്തു കൊണ്ടുപോയാണോ സ്വർണം പൂശിയത്? ഒരു നിലപാട് പറഞ്ഞ് 2025-ൽ നടന്ന സ്വർണ്ണക്കൊള്ള 2019-ൽ മുൻകൂട്ടി കാണാൻ തന്ത്രിക്ക് ദിവ്യ ദൃഷ്ടിയില്ല. 2, തന്ത്രി അല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, ദേവസ്വം ബോർഡാണ്. ആചാര കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത്. 2, ദേവന്റെ അനുമതി ഇല്ല എന്ന് എങ്ങനെയാണ് SIT അറിഞ്ഞത്? എനിക്കറിയില്ല. തന്ത്രിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് ദുർബലമാണ്, ഫ്രിവലസ് ആണ്, സീരിയസ് ആയിട്ടൊരു റിമാൻഡ് റിപ്പോർട്ട് അല്ല. ഹൈക്കോടതിയുടെ നിലപാട് വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി തന്ത്രിയെ തള്ളി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തന്ത്രിയെ തള്ളി പറയുമെന്ന് ഉറപ്പ് തരുന്നു. ഹൈക്കോടതി വരുന്നത് വരെ രാഹുൽ ഈശ്വർ കാത്തിരുന്നോളൂ. നോക്കൂ, തന്ത്രി അറിയാതെ അവിടെ ഒരു രാഹുൽ ഉണ്ടോ? ഓക്കെ, അദ്ദേഹം മറ്റൊരു ചർച്ചയിൽ കൂടി പങ്കെടുക്കേണ്ടുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നതാണ്. ശരി, ശ്രീ ശ്യാം രാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു എന്നതാണ് ഇന്ന് നേതാക്കളുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലായത്. വിശ്വാസ സംരക്ഷണം ആചരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ മകരവിളക്ക് ദിവസം മുതൽ ആരംഭിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. തന്ത്രി അറസ്റ്റിലായതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഉള്ള വളരെ വേഗത്തിലുള്ള നീക്കം എങ്ങനെ BJPയിൽ ഉണ്ടാകുന്നു? എന്താണ് ഇതൊരു പുതിയ സുവർണ അവസരം എന്ന ബോധ്യത്തിൽ നിന്നാണോ ആ നീക്കങ്ങൾ? ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കഴിവില്ലേ? ഒന്ന്, ഞങ്ങള് മകരവിളക്കിന് വീടുകളിൽ ദീപം തെളിക്കും എന്നുള്ളത് ഇപ്പൊ ഇന്നലെ വൈകിട്ട് തീരുമാനിച്ചിട്ട് ഇന്ന് രാവിലെ അനൗൺസ് ചെയ്യുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. ഞങ്ങളെ പോലെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല പല കാര്യങ്ങൾ ആലോചിക്കും, പല പല കാര്യങ്ങൾ തീരുമാനിക്കും, അതിൽ ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ നടപ്പാക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് അങ്ങോട്ട് കയറി നടന്നു എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ അതിനെ വായിക്കേണ്ടതായിട്ടില്ല. ഇവിടെ നോക്കൂ, ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയുള്ളൂ. ശ്രീ A. സമ്പത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു BJP നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള MP ഒക്കെ ആയിരുന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ്. ഒരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്നവരാണ്. ഒരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തന്നെ ആയിക്കോട്ടെ, ഒരു നേതാവാണ്, അത് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ സെക്രട്ടറി ആണോ? പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷനാണ്. നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ചർച്ച എന്നോടുള്ള ചോദ്യവും ആ അഭിപ്രായത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. 2, കുടുംബ മഹിമ വെച്ചിട്ടൊന്നും ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനത്തെ ഒരു പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. കുടുംബ മഹിമയോ പാർട്ടി മഹിമയോ ഒന്നും വെച്ചിട്ട് ഒരാൾക്കും ഒരു പ്രിവിലേജും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഞങ്ങൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.